അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 6ാമത്തെ പാഠം അദ്ദറസു സാദിസ് വസ്സമാഇ വത്താരിഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മു الثاقب ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള് فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. ഈ സൂറത്തിലുള്ള മദ് ഫർഇയെ കണ്ടെത്താമോ? ഉസ്താദ് ചോദിച്ചു. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടിയ പദങ്ങൾ താഴെ കൊടുത്ത കള്ളികളിൽ എഴുതുക. വസ്സമായി വമാ അദ്റാക ഖുലിക മിൻ മാഇൻ വത്തറായിബ് യൗമ തുബല സറായിർ വസ്സമാഇ ദാത്തിർ റജഇ. ഉസ്താദ്, ഈ പദങ്ങളിൽ കൂടുതൽ നീട്ടി പാരായണം ചെയ്യാൻ കാരണമെന്ത്? കുട്ടികൾ മദ്ദക്ഷരത്തിനു ശേഷം ഹംസ വന്നതുകൊണ്ട് അഹ്സൻതും. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ മദ്ദക്ഷരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. ഈ വിധം കൂടുതൽ നീട്ടുന്ന മദ്ദിനാണ് അൽ മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിനു ശേഷം ഹംസ വരുന്നത് രണ്ട് രൂപത്തിലാണ്. വസ്സമായി എന്നതുപോലെ മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിലും, വമാ അദ്റാക എന്നതിലുള്ളതുപോലെ ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും ആയി വരുന്നതാണവ. ഒന്നാമത്തതിന് അൽ മദ്ദുൽ മുത്തസിൽ എന്നും രണ്ടാമത്തതിന് അൽ മദ്ദുൽ മുൻഫസിൽ എന്നും പറയുന്നു. അൽ മദ്ദുൽ മുത്തസിലിന് അൽ മദ്ദുൽ വാജിബ് എന്നും പേരുണ്ട്. അൽ മദ്ദുൽ മുത്തസിൽ ഒരു അലിഫിനേക്കാൾ അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ വാജിബാണ്. 3 അലിഫ് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അൽ മദ്ദുൽ മുൻഫസിലിനെ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല. എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത്. ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ ആയ മദ്ദുകൾ ഒരേ സമയത്തുള്ള ഖിറാഅത്തിൽ വന്നാൽ മുത്തസിലുകൾ തുല്യമായും മുൻഫസിലുകൾ തുല്യമായും നീട്ടി പാരായണം ചെയ്യണം. ഇനി അതിൻ്റെ അടിയിൽ കാണാം അൽ ഖിറാഅത്തു വൽ ഹിഫ്ള്, കാണാതെ പഠിക്കാനുള്ളതും ഓതുവാനുള്ളതും. നഖറോ സൂറത്തുൽ ബഖറ 682 മുതൽ അവസാനം വരെ, ആലി ഇമ്രാൻ 1 മുതൽ 52 വരെ. ഇനി നഹ്ഫദു സൂറത്ത് യാസീൻ കാണാതെ പഠിക്കേണ്ടത് 37 മുതൽ 44 വരെ, വാഖിഅ 35 മുതൽ 42 വരെ. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാദിസ് വസ്സമാഇ വത്താരിഖ്. നഖ്താറു സഹീഹ്, ശരി തിരഞ്ഞെടുക്കുക. മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നതിന് ഉദാഹരണം വമാ അദ്റാക അലാ ഇന്ന വസ്സമായി. ഉത്തരം വസ്സമായി എന്നുള്ളതാണ്. 2 മദ്ദക്ഷരവും ഹംസയും അടുത്തടുത്ത പദങ്ങളിൽ വന്നതിന് ഉദാഹരണം ബിമാ ഉർസിൽതും ഷാഅ ജസാഉ, അവിടെ ബിമാ ഉർസിൽതും. 3 അൽ മദ്ദുൽ അസ്ലിയിനെ നീട്ടൽ വാജിബാണ്. 1 ഹർക്കത്തിനേക്കാൾ 3 അലിഫിനേക്കാൾ 1 അലിഫിനേക്കാൾ, ഉത്തരം 1 ഹർക്കത്തിനേക്കാൾ. ഇനി രണ്ടാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതുക. അൽ മദ്ദുൽ ഫർഇ എന്നാൽ എന്ത്? അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ മദ്ദക്ഷരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം. ഈ വിധം കൂടുതൽ നീട്ടുന്നതിന് മദ്ദിനാണ് മദ് ഫർഇ എന്ന് പറയുന്നത്. 2 അൽ മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്ന മദ്ദിന് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നു. ഇനി അൽ മദ്ദുൽ മുൻഫസിൽ എന്നാൽ എന്ത്? ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും വന്ന മദ്ദിന് മദ് മുൻഫസിൽ എന്ന് പറയുന്നു. ഇനി ഖൂ അൻഫുസകും എന്നതിലുള്ള മദ് എത്ര നീട്ടണം? ഉത്തരം മുൻഫസിൽ 3 അലിഫ് 6 ഹർക്കത്ത്.
അൽ മദ്ദുൽ മുൻഫസിൽ നീട്ടി ഓതണം എത്ര? 3 അലിഫ് 6 ഹർക്കത്ത്. ഇനി അവിടെ നുക്മയിൽ അനുഷ്ഠിത് അവിടെ പൂരിപ്പിച്ച് പാട്ട് പാടാം. മദ്ദുകൾ അഞ്ചെന്നറിയണം, 5ഉം നമ്മൾ പഠിക്കണം, മുത്തസിൽ മുൻഫസിൽ ആരിലീനും ലാസിം എന്നതും ഓർക്കണം. ഇനി അവിടെ 4ാമത്തെ വർക്കുകൾ നഖ്റഉ സൂറത്തുൽ അഅല വനക്തശിഫു മിൻഹാ അൽ മദ്ദുൽ മുത്തസിൽ വൽ മുൻഫസിൽ. സൂറത്തുൽ അഅല ഓതി അതിലെ മുത്തസിലും മുൻഫസിലുമായ മദ്ദുകളെ നിങ്ങൾ അടയാളപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.